ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4 അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നാം കേൾക്കുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുന്നതുകൊണ്ട് അത് മുങ്ങുമാറായി എന്ന് പറയുകയാണ്. ഈ സമയത്ത് അവൻ അമരത്ത് തല അണച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഒരു പ്രവൃത്തി ദിവസത്തിൻ്റെ അവസാനം, അതിൻ്റെ പൂർണ്ണത എങ്ങനെയെന്ന് നമുക്ക് കാട്ടിത്തരികയാണ്. പകൽ മുഴുവനും ഉപദേശങ്ങളിലൂടെ, ഉപമകളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പകൽ മുഴുവനും കർത്താവ് അധ്വാനിച്ച ശേഷം അതിൽ നിന്ന് സന്ധ്യയായപ്പോൾ കർത്താവ് വിരമിക്കുകയാണ്. കർത്താവ് അവരോട് പറയുകയാണ്, എന്താണ്? സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. കർത്താവ് എന്തിനാണ് അക്കരയ്ക്ക് പോകാം എന്ന് പറയുക? എന്തിനാണ് കർത്താവ് ഇത് പറയുന്നത്? മറ്റ് വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അക്കരയ്ക്ക് പോകുന്നത് കർത്താവ് ഏകാന്തതയിലും അല്ലെങ്കിൽ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ സമയമാണ് സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് സന്ധ്യയോടുകൂടി തൻ്റെ ദൗത്യം തീർത്ത് സന്ധ്യയ്ക്ക് ദൈവ സംസർഗത്തിന് വേണ്ടി പിതാവുമായി ചേർന്നിരിക്കുന്നതിന് വേണ്ടി അവൻ യാത്രയാകുന്ന ഒരനുഭവം നമ്മളിവിടെ കാട്ടിത്തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ സന്ധ്യകൾ എങ്ങനെയായിരിക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നില്ലേ? പകൽ മുഴുവനും നമ്മൾ അധ്വാനിച്ച രാത്രിയിൽ നമ്മൾ ഭവനത്തിലേക്ക് മടങ്ങി വരണം. പക്ഷികളൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷികളൊക്കെ ഇങ്ങനെ പകൽ മുഴുവനും ഇങ്ങനെ പല ഇടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് രാത്രിയാകുമ്പോൾ അത് അതിൻ്റെ ഭവനങ്ങളിലേക്ക്, കൂടുകളിലേക്ക് മടങ്ങുന്നത് പോലെ നമ്മൾ ഭവനത്തിലേക്ക് മടങ്ങിയെത്തേണ്ട സമയമാണ് സന്ധ്യ. അപ്പോൾ സന്ധ്യ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ മടക്കി വിളിക്കുന്ന ഒരു സമയമാണ് സന്ധ്യ. എങ്ങോട്ട് മടക്കി വിളിക്കുന്നു? കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഭവനത്തിലേക്ക് മടക്കി വിളിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കലിൽ നിന്ന് കാലത്തെ നമ്മൾ പോയി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടെ ഭക്ഷണത്തിനായിരിക്കുവാൻ, നമ്മളോട് കൂടെ ചേർന്നിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരവസരമായിട്ടാണ് ദൈവവചനം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 24 അധ്യായം അതിൻ്റെ 29 മുതൽ 31 വരെ ഉള്ള ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കിക്കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഇവിടെ എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവമാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് അവരുടെ കൂടെ നടന്നിട്ട് ദൈവവചനങ്ങളെ വിശദീകരിച്ച് കൊടുത്തിട്ട് അവർക്ക് യേശുവിനെ മനസ്സിലാക്കിയില്ല, യേശുവിനെ അവർക്ക് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ സന്ധ്യയായപ്പോൾ കർത്താവിൻ്റെ കൂടെ പകലും മുഴുവൻ നടന്നിട്ട് കർത്താവ് കൂടെയുണ്ടെന്ന് അവർ മനസ്സിലായില്ല. പക്ഷേ സന്ധ്യയായപ്പോൾ കർത്താവിനെ അവർ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഭവനത്തിൽ കർത്താവ് അവരോടൊപ്പം കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അവൻ അവരോട് കൂടെ പാർപ്പാൻ അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുക അവർ നിർബന്ധിക്കുകയാണ്. അപ്പോൾ
ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ കർത്താവുമായി ഭക്ഷണത്തിനിരിക്കുന്ന സമയം കൂടിയാണ് സന്ധ്യ എന്ന് പറയുന്നത്. സന്ധ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ്, ഓരോ സന്ധ്യയും കർത്താവ് നമ്മളെ നമ്മുടെ അടുക്കിലേക്ക്, തൻ്റെ അടുക്കിലേക്ക് നമ്മെ വിളിക്കുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾ കാണുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മെ വിളിക്കുന്നതായിട്ടുള്ള സമയമാണ്, എല്ലാവരെയും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നതാണ്. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ വിചാരക്കാരനോട് വേലക്കാരെ വിളിച്ച് മുമ്പന്മാർ തുടങ്ങി അവർക്ക് പിമ്പന്മാർ വരെ കൂലി കൊടുക്കാൻ പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ സന്ധ്യ എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം എല്ലാം തീർത്തിട്ട് നമ്മളെന്താണ്, നമ്മുടെ കൂലി വാങ്ങുന്ന സമയമാണ്. നമ്മുടെ യജമാനൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന സമയമാണ് സന്ധ്യ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു സമയമാണ് എന്ന് ദൈവവചനം നമ്മളോട് പറയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്ന് പറയുകയാണ്. 50-ാമത്തെ അധ്യായ വാക്യത്തിൽ ചോദിക്കുകയാണ്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇവിടെ ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന സമയം അതേപോലെ ആയിട്ട് നമ്മൾ കാണും. മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്ന സമയം. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ കാണുന്നത് ഒന്ന്, നമ്മളുടെ എല്ലാം ദൗത്യം തീർത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, യജമാനൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന സമയം. നാം ചെയ്ത കാര്യങ്ങളുടെ എല്ലാം കണക്ക് ബോധിപ്പിക്കുന്ന സമയം. അത് ജനങ്ങളുടെ ഭാഗത്ത്, നമ്മുടെ ഭാഗത്ത്, കൂലിക്കാരൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നാണെങ്കിലോ ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വരുന്ന സമയം. ഇങ്ങനെ 2 സമയങ്ങൾ കൂട്ടിമുട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സന്ധ്യാസമയം. ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയമായി സന്ധ്യയെ വേദപുസ്തകം നമുക്ക് കാട്ടിത്തരികയാണ്. ഈ സന്ധ്യാസമയത്ത് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, മനുഷ്യ നീ എവിടെ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സന്ധ്യകളിൽ നമ്മൾ എവിടെയാണ്? ഈ സന്ധ്യയിൽ കർത്താവ് നമ്മളോട് കൂടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മളുടെ പകലിൻ്റെ അധ്വാനത്തിൻ്റെ കണക്ക്, നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ അവൻ തന്ന സമയത്തെ, അവൻ തന്ന ഉത്തരവാദിത്വത്തെ നാം വിനിയോഗിച്ചു എന്നുള്ള കണക്ക് നമ്മൾ കൊടുക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. അത് പഴയ നിയമത്തിലൊരു കാര്യം മാത്രമല്ല, പുതിയ നിയമത്തിൽ നമ്മളിത് കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കണ്ടോ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ, അതായത് സന്ധ്യാസമയമായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയം നിമിത്തം അവർ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്നു നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പം സന്ധ്യാസമയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്ന സമയമാണ്. സന്ധ്യാസമയം നമ്മുടെ കർത്താവ് വരുന്ന സമയമാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളുടെ ഭവനങ്ങളിലൊക്കെയും പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയാണ്. പലപ്പോഴും മറ്റു സമയത്തുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിലും സന്ധ്യയുടെ പ്രാധാന്യം കൂടുതൽ സമയമെടുത്ത് പലപ്പോഴും പല ഭവനങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സന്ധ്യയ്ക്കാണ്. ആ പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സന്ധ്യ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ നമുക്കത് കാട്ടിത്തരുന്നു എന്നുള്ളതാണ്. ദൈവവചനം നമ്മളോട് പറയുന്നു, യെശയ്യാപ്രവചനം അതിൻ്റെ 62:4, ഇതാ നിൻ്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിഹിയോൻ പുത്രിയോട് പറയുവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അതിർത്തിയോളം ഘോഷിച്ചിരിക്കുന്നു. കർത്താവ് വരികയാണ്. ഓരോ സന്ധ്യയിലും
യജമാനൻ തൻ്റെ കൂലി കൊടുക്കാനെന്നതുപോലെ കർത്താവ് വരികയാണ്. കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് നമ്മളുടെ പ്രവൃത്തിയുടെ കൂലി തരുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമാണ്. ഇത് നമ്മൾ കേൾക്കുന്നുണ്ടോ? കർത്താവ് ഈ നമ്മെ വിളിക്കുന്നത്, മനുഷ്യ നീ എവിടെയെന്ന് ചോദിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് ഒത്തിരിയേറെ ആളുകൾ എന്താണ്, ടി വിയുടെയും മറ്റു പല സീരിയലിൻ്റെയും മറ്റു പല ആഘോഷങ്ങളുടെയും പിന്നിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഇന്ന് ലോകം മറന്നുപോയൊരു കാര്യം എന്താണെന്നറിയാമോ? സന്ധ്യയുടെ പ്രാധാന്യമാണ്. പഴയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, എന്താണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ, സന്ധ്യയാകുമ്പോഴേക്കും എന്താണ്, വിളക്ക് വയ്ക്കുന്ന, തിരി വയ്ക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വെളിച്ചത്തിൻ്റെ ഇരുളിൽ നിന്ന് ഇരുട്ട് കടന്നു വരുമ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ പ്രത്യേകമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലായിടത്തും എന്താണ്, ഇലക്ട്രിക് ബൾബുകളാൽ നിറഞ്ഞതോടുകൂടി എല്ലായിടത്തും കറണ്ട് വരികയും ലോകം എങ്ങും പ്രകാശിതമാകുകയും ചെയ്തതോടുകൂടി രാത്രിയും പകലും തമ്മിലുള്ള ഭേദം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് ദൈവാവബോധം കൂടി, പ്രാർത്ഥനയെപ്പറ്റിയുള്ള ഓർമ്മ കൂടി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഈ ആധുനികത തുടച്ചു കുറവശ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, സന്ധ്യയുടെ പ്രാധാന്യം നാം തിരിച്ചറിയാൻ നാം ശ്രദ്ധിക്കണം. ദൈവവചനം നമ്മളോട് പറയുന്നു, വെളിപാട് പുസ്തകം അതിൻ്റെ 3:20, അവൻ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മളോടുകൂടെ അത്താഴം കഴിക്കുന്ന ഒരു സമയമാണ് സന്ധ്യ എന്ന് പറയുന്നത്. കർത്താവ് നമ്മുടെ വാതിക്കൽ മുട്ടുന്ന ഒരു സമയമാണ്. സന്ധ്യയിൽ കർത്താവ് നമ്മെ തേടുകയാണ്. നമ്മുടെ ഓരോ ഭവനങ്ങളിലും കർത്താവ് നമ്മെ തേടുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അത് മദ്യത്തിൻ്റെയോ മറ്റ് ഈ ലോക മോഹങ്ങളുടെയോ പുറകെ പോകാനുള്ള സമയമല്ല, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കാനുള്ള സമയമാണ്. ഒറ്റയ്ക്ക് ചേർന്നിരിക്കുക എന്നതിനേക്കാൾ കുടുംബമായി ചേർന്നിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദൈവവചനം നമ്മളോട് പറയുന്ന അതാണ്. എന്താണ്, നമ്മളുടെ സന്ധ്യയുടെ സമയത്ത് പ്രത്യേകമായി 2 കാര്യങ്ങളാണ് നമ്മുടെ ഭവനങ്ങളെ ഉള്ളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒന്നിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയും അത് കഴിഞ്ഞുള്ള ഒന്നിച്ചുള്ള അത്താഴവും. ഇത് ഭവനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. ഭവനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താണ്, സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും ഭവനത്തിൽ ഉണ്ടാവണം. അത് കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ അത് നടത്തപ്പെടുമ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഐക്യം, ആ ഉണ്ടാകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പരസ്പരം കുടുംബ ബന്ധങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്, അത് പ്രാർത്ഥനയാണ്. ദൈവവചനം പറയുന്നു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല. മുപ്പിരിച്ചരടെന്ന് പറയുന്നത് എന്താ, മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ദൈവം കൂടെ ചേർന്നുള്ള ബന്ധമാണ്. ദൈവത്തെ കൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ ബന്ധത്തിൽ നീ ചേർത്ത് ഇഴപിരിച്ച നിൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ജോലി ചെയ്യാനുണ്ട്, അമ്മമാർക്ക് ഒത്തിരി അടുക്കളപ്പണിയുണ്ട്, വേറെ ടി വി കാണേണ്ടവർക്ക് ഒത്തിരി ടി വി കാണാനുണ്ട്. അങ്ങനെ ഈ ലോകത്തിലെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദൈവത്തിന് വേണ്ടിയുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തന്നെ അർത്ഥമാണ്. പല കുട്ടികളും അവരവരുടെ അപ്പനെയും അമ്മയും തന്നെ മറന്നു പോകുന്നു. കുട്ടികൾക്ക് വേണ്ടി മറ്റു പലതും, ദൈവത്തെ കരുതാതെ മറ്റു പലതും കരുതുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ് അവരപ്പനെയും അമ്മയും കൂടെ മറന്നു പോകുന്നു. നാം ദൈവത്തെ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് കർത്താവ് നമ്മുടെ വാതിക്കൽ നിന്ന് മുട്ടുന്നെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. അവൻ നമ്മുടെ അടുക്കിലേക്ക് വരുന്നതായി, നമ്മുടെ പകലിൻ്റെ അനുഭവത്തിൻ്റെ മുഴുവനെയും കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ യജമാനൻ്റെ അടുക്കിലേക്ക്
പകലിൻ്റെ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും ഇതിൻ്റെ അനുഭവത്തെയും വിവരിപ്പാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക്, ഒരപ്പൻ്റെ അടുക്കിലേക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ട് സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറയുന്ന പോലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ചാരത്തേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമുക്കവിടെ ഉണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ജീവിതത്തിന് ചൈതന്യമാണ്. ഭവനത്തെ ഭവനമാക്കുന്നത് ഈ അനുഭവമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നു. സന്ധ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും വിളക്ക് കത്തിക്കുന്നതായിട്ടുള്ളൊരു അനുഭവത്തിൻ്റേതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകളെ മാത്രം പറയുക മാത്രമല്ല, നമ്മളുടെ പ്രാർത്ഥനകളെ മാത്രം അങ്ങ് ദൈവത്തിന് കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കൂടെ വരുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു കാര്യം കൂടെ പ്രാർത്ഥനയിലുണ്ട്. അതിൻ്റെ പേരാണ് ദൈവവചന വായന എന്ന് പറയുന്നത്. വിശുദ്ധ ദൈവവചനം, ബൈബിൾ വായിക്കാനുള്ള അവസരമാണ് ഇത്. ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ സന്ധ്യയ്ക്ക് തിരികെത്തിക്കുന്നു. പലരും കരുതുന്നുണ്ട് മലങ്കരയിൽ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരാചാരത്തിൻ്റെ ഭാഗമാണ് തിരികെത്തിക്കൽ എന്ന്. സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ സന്ധ്യാവിളക്ക് വയ്ക്കുന്ന രീതിയെല്ലാം ഹൈന്ദവ പാരമ്പര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യെരുശലേമിലുണ്ടായിരുന്ന സഭയുടെ ആരാധനയെപ്പറ്റി നമ്മളെടുത്ത് പഠിക്കുമ്പോൾ, 3-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അവിടുത്തെ ആരാധനാക്രമത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാക്രമങ്ങളിൽ യെരുശലേമിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധനയുടെ ഒരു വലിയ ഭാഗമായിരുന്നു വിളക്ക് തെളിയിക്കുക എന്നുള്ളത്. അങ്ങനെ സന്തോഷകരമായ പ്രകാശമേ വരിക എന്ന് പറയുന്ന, വെളിവ് നിറഞ്ഞൊരു ഈശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് പറയുന്ന വെളിച്ചത്തിൻ്റെ ഗീതം പോലെയുള്ള ഒരു ഗീതം ആ സമയത്ത് ക്രൈസ്തവർ പാടുകയും ചെയ്തിരുന്നു. പ്രിയമുള്ളവരെ, ഇത് വെളിച്ചത്തിൻ്റെ വലിയതായിട്ടുള്ള ഒരു അനുഭവമാണ്. കർത്താവ് വരുന്നതിന് സ്വാഭാവികമായിട്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ദൈവവചനത്തെ വിളക്കായിട്ട്, വെട്ടമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119, 148 തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യായാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് തിരുവചന ധ്യാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ എടുത്ത് പഠിച്ചാൽ നമുക്കറിയാം, ആ പ്രാർത്ഥനകൾക്കുള്ളിൽ നിറയെ ദൈവവചനമാണ്. കാരണം സങ്കീർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ. കാരണം ദൈവവചന ധ്യാനത്തിന് കൂടിയുള്ള സമയമാണ് ഇതെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 119, 105 പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനത്തോട് അടുത്തൊരുവൻ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഈ ദൈവികമായ വെളിച്ചം അവന് പകർന്നു തരികയാണ്. അതായത് ഈ വെളിച്ചം അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരികയാണ്. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മൾ പ്രാപിക്കുകയാണ്. 1 യോഹന്നാൻ അതിൻ്റെ 1:5 പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടു. ആരിൽ നിന്ന് കേട്ടു? യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് നിങ്ങളെ അറിയിക്കുന്ന ദൂതാണെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. എന്താണ് അവനിൽ നിന്ന് നമ്മൾ കേട്ട ദൂത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം നോക്കിയാൽ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 8:12 പറയുന്നു, എന്താണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതാണ് യേശു പറഞ്ഞ ഏറ്റവും വലിയ വചനം. അതേ, അവൻ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ഈ സൂര്യനുമായിട്ടുള്ളൊരു കമ്പാരിസനാണ്. സൂര്യനെയാണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. നമുക്ക് വെളിച്ചം തരുന്നത് സാധാരണ സൂര്യനാണ്. പക്ഷേ സൂര്യൻ നമുക്ക് തരുന്ന വെളിച്ചം പകൽ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ സൂര്യൻ വെളിച്ചം തരുന്നില്ല.
എന്നാൽ യേശുക്രിസ്തുവാകുന്ന വെളിച്ചം പകൽ നമ്മളോട് കൂടെ ഇരിക്കുന്നത് മാത്രമല്ല, രാത്രിയിലും നമുക്ക് കൂടെ ഇരിക്കുന്നു. രാത്രിയിലും നമ്മളോടൊപ്പം ഇരുന്ന് നമുക്ക് വെളിച്ചം തരുന്ന ഭൂമിയുടെ യഥാർത്ഥ വെളിച്ചവനാണ്. ഒരിക്കലും മാറിപ്പോകാത്ത വെളിച്ചമാണവൻ. ദൈവം നമ്മുടെ വെളിച്ചമായി നമ്മുടെ നടുവിൽ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം കൂടെയാണ് നമ്മുടെ വിളക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വെളിച്ചത്തെ, നമ്മുടെ വെളിച്ചം എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ഈ ഒരു അനുഭവം തരുന്നു. മദ്ബഹായിലെ വിശുദ്ധ സന്ധ്യാനമസ്കാരത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നടുക്ക് തിരി കത്തിച്ചാണ് മറവലിച്ച് നമ്മുടെ പ്രാർത്ഥന തന്നെ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ അവൻ വെളിച്ചമായതുപോലെ ദൈവവചനം വായിച്ച് ദൈവവചനം ധ്യാനിച്ച് അവൻ്റെ വെളിച്ചത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരാത്മീയ പോഷണത്തിൻ്റെ ഒരനുഭവം കൂടിയാണ് ഈ സന്ധ്യ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സന്ധ്യകൾ അങ്ങനെ ആയിത്തീരണം. ദൈവത്തിൽ നിന്ന് നാം പോഷിപ്പിക്കപ്പെടണം. അത് നമ്മുടെ ഒരു ആധ്യാത്മികമായ ഒരു അത്താഴ വിരുന്ന് കൂടിയാണ്. പ്രിയമുള്ളവർ, ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ കടന്നു ചെല്ലുന്ന ദൈവവചനം വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളുടെ നടുവിൽ മാത്രമല്ല, ഇരുളടഞ്ഞ സമൂഹത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും നമ്മളൊരു വെളിച്ചമായി മാറുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:33, വിളക്ക് കൊളുത്തിയിട്ടാരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്ന സകലർക്കും വെളിച്ചം നൽകേണ്ടതിന് തണ്ടിന്മേലെത്രേ വയ്ക്കുന്നത്. തണ്ടിന്മേൽ ഉയർന്ന സ്ഥലത്ത് വയ്ക്കാനുള്ളതാണ് വെളിച്ചം. വെളിച്ചത്തിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വിളക്ക് നമുക്ക് പ്രകാശിതമാകുവാൻ തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കരുതുന്നവരാകണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, 1 യോഹന്നാൻ 1:7, അവൻ വെളിച്ചത്തിൽ ഇരുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞ് നമ്മൾ ആ വചനം അനുസരിച്ച് ജീവിച്ചാൽ, നാം ആ വെളിച്ചത്തിൽ നടന്നാൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. എപ്പോഴാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത്? ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യനോട് കൂട്ടായിട്ട് ഒന്നാക്കി തീർക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണോ? അതിവിടെ ശ്രദ്ധിക്കുക. എന്താണ്? അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന്, അവൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ച് ആ വചനം അനുസരിച്ച് നീ ജീവിക്കുന്നെങ്കിൽ ആ വചനം അനുസരിക്കുന്നവർ തമ്മിൽ കൂട്ടായ്മയുണ്ട്. വചനം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകാൻ സാധ്യമല്ല. വചനം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം പരിശ്രമിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ അടുപ്പം വേണം, അവർക്ക് കൂടുതൽ സമയം വേണം. പ്രാർത്ഥിക്കുന്ന കാര്യം ഒഴിവാക്കി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചിലവഴിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ സമയം ഒഴിവാക്കി, ദൈവവചന വായനയുടെ സമയം ഒഴിവാക്കി പഠിക്കാൻ വേണ്ടി അവരെ ഒഴിവാക്കുന്നു. ദൈവത്തിന് വേണ്ടി പല മേഖലകളിൽ കോംപ്രമൈസ് ചെയ്യുന്നു. ഫലം എന്താണ്? അവർ എല്ലാം കരുതുന്നു ദൈവത്തെ ഒഴിവായാലും കുഴപ്പമില്ല. പിതാക്കന്മാരും മാതാപിതാക്കൾ കരുതുന്നത് അവരുടെ ജീവിതത്തിൽ ഞങ്ങൾക്കിടമുണ്ടാകണമെന്നാണ്. പക്ഷേ ദൈവത്തിനിടയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ പരസ്പരം കൂട്ടായ്മയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂട്ടായ്മയില്ല. അപ്പനും അമ്മയും തമ്മിൽ കൂട്ടായ്മയില്ല. ഒരു കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലോ, ഒരേ സമൂഹത്തിൽപ്പെട്ടവർ തമ്മിലോ, ഒരേ ദേശത്ത് താമസിക്കുന്നവർ തമ്മിലോ എത്ര അടുപ്പുള്ളവരാണെന്ന് കരുതിയാലും അവർ തമ്മിൽ കൂട്ടായ്മ ഉണ്ടാക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരും എത്രത്തോളം ദൈവവചനത്തോട്, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവവചനത്തെ ഒഴിവാക്കിയിട്ട് മറ്റൊരു കൂട്ടായ്മ ഉണ്ടാക്കുക നമുക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, സന്ധ്യ എന്ന് പറയുന്നത് നാമും ദൈവവുമായിട്ടുള്ള ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന സമയം
സമയമാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ആ ശരിയായ ബന്ധം ഉണ്ടാക്കിയാൽ ആ ബന്ധം ദൈവവും നമ്മളും മാത്രമായിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള സമൂഹമായിട്ടും കുടുംബത്തിലുള്ള ഓരോരുത്തരും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹമായിട്ടും നമ്മൾ യഥാർത്ഥ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, സന്ധ്യ എന്ന് പറയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19 അധ്യായം 35 തിരുവചനം, അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവൻ തൻ്റെ എല്ലാം നിവൃത്തിയാക്കിയ സമയമാണ് സന്ധ്യ. തുടർന്ന് കൃത്യമായി നമ്മളവിടെ കാണുന്നു എന്താണ്? മത്തായി 27:57, സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യൗസേപ്പ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനാകിയാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അവന് കൊടുപ്പാൻ കൽപ്പിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യവും പൂർത്തിയാക്കിയ ഒരു സമയമാണ് സന്ധ്യ എന്ന് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 1 അധ്യായം 3-4 വാക്യങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം എന്ന് നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുന്ന, വെളിച്ചത്തെയും ഇരുളിനെയും സൃഷ്ടിച്ചിട്ട് അത് പൂർത്തിയാക്കിയ സമയം സന്ധ്യയാണെന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ 2 കാര്യങ്ങളുടെ പൂർത്തീകരണം ഇവിടെ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയുടെ പൂർത്തീകരണമാണ് സന്ധ്യയിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ എല്ലാത്തിൻ്റെയും പൂർത്തീകരണം. 2 നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ക്രൂശീകരണത്തിലെ എല്ലാത്തിൻ്റെയും പൂർത്തീകരണം, അതല്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണം, അതല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം. അപ്പോൾ ഓരോ സന്ധ്യയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ സൃഷ്ടിപ്പിനെ മാത്രമല്ല, ദൈവം നമുക്ക് എന്തെല്ലാം സൃഷ്ടിച്ചു തന്നു എന്നതിനെ പ്രതി മാത്രമല്ല, അവൻ നമ്മെ വീണ്ടെടുത്തതിനുള്ള നന്ദി കൂടെ, സൃഷ്ടിച്ചതിനുള്ള നന്ദിയും നമ്മെ വീണ്ടെടുത്തതിനുള്ള നന്ദിയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന സമയമാണ് ഇതെന്ന് പ്രിയമുള്ളവരെ ഓർത്തിരിക്കണം. ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ഓരോ സന്ധ്യയും നമ്മെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് സഭാപ്രസംഗി 7:8 പറയുന്നു. സന്ധ്യ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും അവസാനത്തെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വഴിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അവനോടൊപ്പമാണ് ഈ അക്കരെ യാത്രയ്ക്ക് പോകുന്നതെങ്കിൽ, നമ്മളുടെ സന്ധ്യയുടെ ഈ ലോകത്തിൻ്റെ ദൗത്യം തീർക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു വലിയ പരിഭ്രമത്തിൻ്റേതായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ, ഒരു വലിയ കാറും കോളും അതുപോലെ നമ്മുടെ വഞ്ചി മുങ്ങുന്നതായിട്ടുള്ള അനുഭവം വരുമ്പോൾ, നമുക്ക് വിളിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ചാരത്തുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞാൽ ഈ സന്ധ്യ നമുക്ക് പ്രതിഫലത്തിൻ്റെ സന്ധ്യയാണ്. ഈ സന്ധ്യ നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ സന്ധ്യയാണ്. കർത്താവിനോടൊപ്പം അത്താഴം കഴിക്കുന്ന വലിയൊരു അനുഭവമായി ആ തീരും. അവൻ എഴുന്നേറ്റ് അടങ്ങുക, ശാന്തമായിരിക്കുക എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ അവനിൽ നിന്ന് കേൾക്കുവാനും അവനോട് ചേർന്ന് ആ സമാധാനം അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരും. അതിന് നമ്മുടെ ജീവിതത്തിൽ രാവും പകലും കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. കർത്താവുള്ള സന്ധ്യകൾ നമ്മുടെ ജീവിത നാളെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Everybody